ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ എവിടെയാണെന്ന് അറിയോ? ഇതാ പാല് കറന്നുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് നമ്മൾ പാല് കറന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കൂസ് ഇത് ഓറഞ്ചിന്റെ തൊലിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കളിക്കാൻ പോയിട്ട് അവിടെ നിന്ന് പാല് കറക്കേണ്ട സമയത്ത് ഓടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കറക്കാന്ന് പറഞ്ഞപ്പോൾ കേൾക്കാണ്ട് ഞാൻ കറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചവിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ കറക്കാൻ വന്നതാണ് കേട്ടോ. എന്താണ്ട് അരച്ചുകൊണ്ടിരിക്കുന്നത് ബൂമറൊക്കെ തിന്നു സൂക്ഷിച്ചോ പൂസുക. ഇവിടെ അലങ്കോലപ്പണിയാണ്. മിക്കോ ചൊറിയെന്ന് ഈ മെസ്സിൻ്റെ ടീഷർട്ട് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഇതേണ്ട കാര്യമായിട്ട് ഇരുന്ന് പാല് കറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേണ്ട ഷൂ പോലും അഴിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് 50 ഒക്കെ അടിച്ചിട്ടാ വന്ന് ഫൈനലിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് അത് കുത്തുന്ന് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികണ്ട. അയ്യോ അപ്പോൾ വേണ്ട പാല് കറന്നുകൊണ്ടിരിക്കുന്നു. മുക്കൂസ് ഇവിടെയൊക്കെ അലങ്കോലം നോക്കുന്നു. നമുക്ക് അടിക്കാനുള്ള എല്ലാ പരിപാടിയും അവൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞി പശു അതാ വെളിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ട കുഞ്ഞി പശു വെളിയിൽ നിന്ന് മേയുന്നുണ്ട്. മേയല്ല, അവൾക്ക് പുല്ലിട്ട് കൊടുത്തതിൻ്റെ അമ്മ പശുവിന് പുല്ലിട്ട് കൊടുത്തതിൻ്റെ കേട്ടോ. എൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. പറഞ്ഞാൽ കേൾക്കണ്ട നോക്ക് സ്വത്തേ പൊടി ചൊറിയും. അതാ ആര വരുന്ന നോക്ക്. എല്ലാവരും പാല് കറക്കാൻ നോക്കിയിരിക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പാല് കറക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഇവിടെ ഇപ്പം പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവൻ്റെ കൂടെ ആരും കളിക്കണ്ട കേട്ടോ. പറഞ്ഞ കേൾക്കാത്ത കുട്ടികളുടെ കൂടെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടി വൈക്കോലൊക്കെ കിടക്കണേന് അവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരും. എടുക്കണ്ട കേട്ടോ. പാൽപാത്രമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പീഡിൽ കറക്കാന്ന് പറഞ്ഞിട്ട് കറക്കണം. ഞാൻ കറക്കാന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാണ്ട് അപ്പോൾ കറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഗുളികയൊക്കെ നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ അവർ ചവിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ കറക്കാൻ പറഞ്ഞപ്പോൾ കേൾക്കാണ്ട് കണ്ട കറക്കണം. അപ്പോൾ എൻ്റെ തലയിൽ വരെ വൈക്കൂല് വരിയിട്ടുണ്ട് മകൻ. അപ്പൂ 7 പാലയിൽ ഒഴിക്കണം. ആളുടെ മേലെ ഒരു തരം ഈച്ച കണ്ട. വൈക്കോലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു പൊടി പോലും വൈക്കോലില്ല കണ്ട. ഒരു തുള്ളി വൈക്കോലില്ല കേട്ടോ. അത്രയും ക്ലീനായി വൈക്കോല് കഴിഞ്ഞിരിക്കുന്നു. പൂച്ച കിടക്കുന്നു. അത്രയും കഴിഞ്ഞിരിക്കുക കേട്ടോ വൈക്കോല്. ഇന്ന് നമ്മൾ വൈക്കോല് പോയി എടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞി പശു നിൽക്കുന്നത്. അപ്പോൾ അവിടെ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാലൊക്കെ കറന്നിട്ട് എന്താ കണക്ഷൻ അല്ലേ. അപ്പം ഇവളും ഇപ്പം നല്ല കണക്റ്റഡായി. മിക്കോ ചൊറിയെന്ന് പിടിച്ച് മാറ്റിയിട്ടൊന്നും സമ്മതിക്കണില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എണീറ്റ് കൊണ്ടുവരും. അപ്പൂനാണെങ്കിൽ പോകാൻ സമയമായിട്ട്. അതുകൊണ്ട് അപ്പോൾ വേഗം പാല് കറക്കണം. അപ്പോൾ പാല് കറന്ന് കഴിയട്ടെ. ഇന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മളിതാ ഈ പാല് കറക്കുന്ന വീഡിയോ തന്നെയാണ്. നമ്മുടെ ഡെയിലി എങ്ങനെയാണോ അതേ തന്നെയാണ് കേട്ടോ. തേക്കുന്ന മരുന്ന് കൊടുക്കാനല്ല, അകിടുവീക്കത്തിന് തേക്കുന്ന മരുന്നാണ് കേട്ടോ. ഇത് വന്നിട്ട് എന്താണ് വേദനയ്ക്കുള്ള മരുന്നാണ് കേട്ടോ. ഈ മരുന്ന് വേദനയ്ക്കുള്ള അകിടിലിപ്പോൾ വീക്കമൊക്കെ വരില്ല. അപ്പോൾ അതിന് വേദനയ്ക്കുള്ള മരുന്നാണിത്. ഇത് ആൻറ്റിബയോട്ടിക്കാണ് കേട്ടോ. അതിൻ്റെ ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ ഇന്നലെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇത് കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടുമാണ് പഴത്തിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഓയിൽമെൻറ്റാണ് നമ്മൾ ആ അകിടിൽ ഏതിലാണോ ഉള്ളത് അതിലേക്ക് തേച്ച് കൊടുക്കാനുള്ള ഒരു ഓയിൽമെൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വലിയ ഓയിൽമെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് 85 രൂപയാണ് കേട്ടോ. ഈ ഓയിൽമെൻറ്റിൻ്റെ വില വന്നിട്ട് അത്യാവശ്യം നിറയെ തേക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് തേച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ടാബ്ലറ്റ് കൊടുത്തപ്പോൾ അവൾക്ക് പെയിൻ നല്ല കുറവുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാ ഒരു ടാബ്ലറ്റ്. ഇതൊന്നും എടുക്കുക. അപ്പോൾ രണ്ടും എങ്ങനെയാണ് വെക്കേണ്ടത്? ഇടയിൽ കൂടെയാണോ? ഒരു പഴത്ത് ഇനി ഇവിടെ ഈ സൈഡൊന്ന് തൊലിക്ക്. അത് കുട്ടീനെ കുടിപ്പിക്കുക. ഇതാ 2 പഴവും നമ്മൾ പഴത്തിൽ 2 സൈഡും ഗുളിക വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ആ പഴം കൊടുക്കട്ടെ. നിൽക്കട്ടെ, കുട്ടിക്ക് ഇത് കൊടുക്കട്ടെ ആദ്യം. അല്ല, അമ്മയ്ക്ക്. അമ്മ പശുവിന് കൊടുക്കട്ടെ. അവൾക്ക് പനി അതെടി, അവൾക്ക് പനിയുണ്ട്. മൂത്രം നല്ല മഞ്ഞപ്പൊടി കളറായിരിക്കണം കേട്ടോ. അപ്പോൾ ഡോക്ടർ വരും ഇഞ്ചക്ഷനോടെ. നമ്മളെ പാലിൻ്റെ നിറം നോക്കിക്കോളൂ കേട്ടോ. വെള്ള കളർ തന്നെയാണല്ലോ. വാഗിഡിൽ നല്ല നീരുണ്ട്. പാല് ഇതാ കറന്നു കഴിഞ്ഞു കേട്ടോ. അത് ആ നീരുള്ളതിൽ മാത്രമൊക്കെ കറക്കുകയാണ്. ലാസ്റ്റത്തെ അത് നമ്മൾ ഇതിൽ ഒഴിക്കില്ല കേട്ടോ. അത് കളയുക ചെയ്യുക. കാരണം നീരുള്ളതല്ലേ. അപ്പോൾ നമ്മളത് സൊസൈറ്റിയിൽ ഒഴിക്കില്ല. അപ്പം അമ്മൂനെയും കുഞ്ഞിനെയും അടുത്തടുത്ത് തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കറക്കുമ്പോൾ ഇത്തിരി മാറി ഇരുന്ന് കറക്കണം. അതാണ് അപ്പോൾ സ്റ്റൂളൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഇരുന്ന് കറക്കണത്. മേബി അവൾ ചോട്ടിൽ കൊണ്ട് കുട്ടീനെ അഴിപ്പിച്ച് വിട്ട് കുടിപ്പിക്കാം കേട്ടോ. നമുക്ക് അങ്ങനെയാണ് നമ്മൾ പതിവായിട്ട് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുട്ടീനെ, അവൾ റെഡിയാണ്. അവൾ എപ്പോഴും അമ്മേ എന്നെപ്പോൾ വീഴ്ത്തിയിട്ട് തന്നെയാണ് എൻ്റെ കാലിൽ, എൻ്റെ കാലിലേക്ക് ചവിട്ടി. അമ്മേ എവിടെ കയറ് ശരി, പറഞ്ഞേ പറ്റി. കട്ടയാക്കിയതല്ല, അങ്ങനെയാ വലിക്കണ്ട. ഇപ്പുറത്തെ കയറ് കിടക്കണം, അടിയിൽ കൂടെ വലിച്ചിട്ടിരിക്കുന്നു. എൻ്റെ കാലിലൊരു ചവിട്ടും കിട്ടി. അപ്പൊ ആ പാല് കറന്നു കഴിഞ്ഞ് ഞാൻ അപ്പു പോവണല്ലേ. ശരി എന്നാ അപ്പു പോയിട്ട് പോവാ. കളിച്ചിട്ട് ജയിച്ചിട്ട് വരൂ. കപ്പൊക്കെ കൊണ്ടുപോകാട്ടാ. സൊസൈറ്റിക്ക് പാൽ ഒഴിക്കണ്ടേ? ആ, മിക്കു അറിയാണ്ട് വേണം പോകാൻ വേണ്ടിയിട്ടുണ്ട്. മിക്കു അലേർട്ടായിരിക്കണം. അപ്പു പോകുമെന്ന് പറഞ്ഞിട്ട് പാല് കൊണ്ടുപോയിട്ട് നിജമ്മയുടെ കടയിൽ കൊണ്ട് വെക്കേ. എന്നിട്ട് അവിടെ നിന്ന് കൊടുക്കാലോ. അപ്പം വേണ്ട, പോത്തിനുള്ള തവിട് കഴിഞ്ഞിട്ടിരിക്കണേ. അവിടെ ഞാൻ കൊണ്ടുവരാൻ പറയാം, വിളിച്ച് പറയാം. ഇന്നും എന്തായാലും കിട്ടും തോന്നില്ല. അപ്പം ഞാൻ തൽക്കാലം ഒന്ന് കൊടുക്കാനുള്ളത് ഞാൻ വാങ്ങിച്ചിട്ട് വരാൻ പറയാം. വൈകിട്ട് ഞാൻ വന്ന് കൈക്കോട് എടുക്കാൻ പോകും. 4 മണി ആവുന്ന ഒരു 3-3:45 ആവുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് അയച്ചു കിട്ടും. ഓ ഞാൻ ചെയ്യണത് തന്നെയല്ലേ. പോത്തിനെ ഒന്ന് അയച്ചു കൊടുക്കും. പിള്ളേർ നോക്കുന്നിട്ട് നമുക്ക് വന്നിട്ടില്ലേ കൈക്കോട് എടുക്കാൻ പോകും. ഒരു 3-3:45 ആകുമ്പോഴത്തേക്കില്ലേ അവരിനെ കഴിച്ച് നമുക്ക് വെളിയിൽ കൊണ്ട് കെട്ടണം. വെയിലൊക്കെ താഴ്ന്നിട്ട് ഒന്നും കൊണ്ട് കെട്ടാം. ഒരു 3-3:45 ആകുമ്പോൾ കൊണ്ട് കിട്ടും. അപ്പൊ പാല് കൊണ്ട് വണ്ടിയിൽ വെച്ചിട്ട് തവിടൊക്കെ ഞാൻ കലക്കി വെക്കാം. അപ്പൊ അപ്പൊ തന്നെ തേച്ചാ കിട്ടുള്ളത്. നമുക്കപ്പോൾ ഓയിൽമെൻറ്റ് തേക്കുമ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ കുട്ടി പാല് കുടിക്കണം. അപ്പോൾ അവൾ ഫുള്ളും കുടിച്ച് കഴിഞ്ഞാൽ അവളെ കെട്ടിയിട്ടിട്ട് വേണം അത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ആ തേക്കുമ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാല് കറക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പോവാണ് കേട്ടോ. പാലും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ തുറക്കുമ്പോൾ 3:45 എന്തോ ആവും. അപ്പോൾ പാല് സൊസൈറ്റി തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ അവിടെ അടുത്തൊരു കടയുണ്ട് പരിചയമുള്ള. അപ്പോൾ ആ കടയിൽ കൊണ്ട് വെച്ചിട്ട് അപ്പോൾ കളി കഴിഞ്ഞിട്ട് വരുമ്പോൾ പാൽ ഒഴിച്ചിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.